വിഷയത്തിൽ CPM പത്രം ദേശാഭിമാനിയും കക്ഷിയാണിന്ന്. വിഴിഞ്ഞത്ത് വമ്പൻ വിദേശ നിക്ഷേപം വരുന്നുവെന്ന വാർത്ത ശരിക്കും ദേശാഭിമാനി ആഘോഷിച്ചു. ഈ കാണുന്നത് ജൂലൈ 1 ദേശാഭിമാനിയിൽ വന്ന ലേഖനമാണ്. വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ മുൻ LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് വിദേശ നിക്ഷേപമെന്ന് ദേശാഭിമാനിയിലെ സ്വന്തം ലേഖകൻ എഴുതി. പിന്നെ LDF സർക്കാർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിനെ കുറിച്ച് പ്രശംസിക്കുന്നു. അങ്ങനെ പോകുന്നു സ്വന്തം ലേഖകൻ. പത്രമിറങ്ങി 2ാം ദിനം പ്രതിപക്ഷം നിലപാട് മാറ്റി. ഡീൽ, അഴിമതി, മംഗലാപുരം യാത്ര ആരോപണങ്ങളുടെ കെട്ടഴിച്ചു പ്രതിപക്ഷ നേതാവ്. എന്നിട്ടൊരൊറ്റ തള്ളാണ് പാർട്ടി പത്രത്തെ. അത് നിങ്ങളെ പോലത്തെ ലേഖകന്മാർ എഴുതുന്ന കാര്യമല്ലേ? നിങ്ങളിപ്പോൾ ഒരു ലേഖനം എഴുതി, നിങ്ങളൊരു പത്രത്തിൻ്റെ ലേഖകനാണെങ്കിൽ എഴുതി കൊടുത്താൽ അവർ മറ്റു കാര്യങ്ങൾ അറിയിക്കാതെ കൊടുത്താൽ അത് പത്രത്തിൻ്റെ നയമായത്. അതിൻ്റെ പാർട്ടി പത്രമായാലും ഇതല്ലേ സംഭവിക്കുക. നിങ്ങൾ എഴുതി കൊടുക്കുന്ന പോലെ ഒരു ലേഖകൻ എഴുതി കൊടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് വന്നു എന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. നേതാവ് പാർട്ടി പത്രത്തെ തള്ളി പറഞ്ഞാൽ പിന്നെ പാർട്ടി സെക്രട്ടറിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? MV ഗോവിന്ദനും വേണ്ട പാർട്ടി മുഖപത്രം. ദേശാഭിമാനി വന്നു, ദേശാഭിമാനി വരാൻ പാടില്ല. അതിനെന്താ സംശയമുള്ളൂ? ഞങ്ങൾ അന്ന് അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല. പ്രവർത്തകരുടെ വീട്ടിലെത്തിയ പത്രം പിൻവലിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഓൺലൈൻ എഡിഷനിൽ നിന്ന് പിൻവലിച്ച് തടി തപ്പാൻ നോക്കി. അപ്പോൾ പാർട്ടി പത്രത്തിന് അടുത്ത പ്രഹരം മുഖ്യമന്ത്രി വക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? അതിൽ വേറെ വാർത്ത കൂടിയുണ്ട്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇനി ജൂലൈ 1 തീയതിയിലത്തെ വാർത്ത നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത ദിവസത്തെ ദേശാഭിമാനിയുടെ വാർത്ത. വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? എന്നിട്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ട് കടൽ കൊള്ള, സതീശൻ, അദാനി, എന്തെല്ലാം. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്താ കേരളത്തിൽ നടക്കുന്നത്? ഇതിനുമുണ്ട് പ്രതിപക്ഷ നേതാവിന് മറുപടി. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പാർട്ടി പത്രം മാത്രം വായിക്കുന്നത്? മുഖ്യമന്ത്രി വായിക്കുന്നുള്ള നല്ല കാര്യം തന്നെയാണ്. എന്നാൽ മറ്റു പത്രങ്ങളും വായിക്കുന്നുണ്ടാവുമല്ലോ. ഇവിടെ ദേശാഭിമാനിയിൽ മാത്രമാണോ ഈ വാർത്ത വന്നത്? അപ്പോൾ എക്കണോമിക് ടൈംസിനും മാതൃഭൂമിക്കും കിട്ടിയ വാർത്ത ദിവസങ്ങൾ കഴിഞ്ഞ് ദേശാഭിമാനി നൽകുന്നതിൽ അസ്വാഭാവികത മുഖ്യമന്ത്രി കാണുകയാണ്. നോക്കൂ, പാർട്ടി പത്രത്തെ ഒരാഴ്ചക്കിടെ പരമോന്നത നേതാക്കൾ തള്ളിക്കളഞ്ഞത് 4 തവണയാണ്. ആദ്യം പ്രതിപക്ഷ നേതാവ്, പിന്നാലെ പാർട്ടി സെക്രട്ടറി. സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തകർക്ക് സ്റ്റഡി ക്ലാസ് എടുക്കുന്ന M സ്വരാജാണ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ.